welcome to Raise. അപ്പോൾ ദാ നമ്മുടെ ഗ്രാമറിൽ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന സെക്കൻഡ് ടോപ്പിക് ആണ് ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺവേർഷൻ നമ്മൾ ഒരു സിമ്പിൾ പ്രസന്റ് സെന്റൻസിലാണ് കാണാൻ പോകുന്നത്. ഹി റൈറ്റ്സ് എ ലെറ്റർ, അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ a letter is written by him എന്ന് വരും. സോ ഇതിന് എന്തെങ്കിലും ഫോർമുല ഉണ്ടോ? ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഹീനെ നമുക്ക് എ ആയിട്ടും ലെറ്ററിനെ നമുക്ക് ബി ആയിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ ബി പ്ലസ് ഇസ് ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ എന്നാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റിന്റെ കൺവേർഷൻ വരിക. അതായത് ബി എന്താ, ലെറ്റർ is V3 form, write in the V3 form, written by him. Okay, so നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ he sings a song ആണെങ്കിൽ എന്താ വരിക, a song is sung by him. He eats apple, apple is eaten by him. He eat apples എന്ന് വന്നാലോ, apples are eaten by him. Okay, so that is simple present in the conversion. അപ്പോൾ നിങ്ങൾ ചോദിക്കും മിസ്സേ സിമ്പിൾ പ്രസന്റ് മാത്രമല്ലേ പഠിച്ചുള്ളൂ, ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ പ്രശ്നമാവില്ലേ? സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ പ്രശ്നമാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ കോപ്പി ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഇത് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യും. ചെറിയൊരു വ്യത്യാസം മാത്രം. നമ്മുടെ ഇസ് ആം ആർ എന്താവും, നമ്മുടെ ഈസ് ആം ആർ എന്നുള്ളത് പാസ്റ്റിലേക്ക് പോയിട്ട് വാസ് ഓർ വേർ ആവും. അപ്പോൾ he eats apple നമ്മൾ പറഞ്ഞു ആപ്പിൾ ഈസ് ഈറ്റൻ ബൈ ഹിം അല്ലേ, അത് പാസ്റ്റിൽ he ate apple ആണെങ്കിലോ ആപ്പിൾ വാസ് ഈറ്റൻ ബൈ ഹിം, അല്ലെങ്കിൽ ആപ്പിൾസ് ഉണ്ടെങ്കിൽ ആപ്പിൾസ് were eaten by him. Okay, he wrote a letter was written by him. Same, a letter അതേപോലെ ഈസ് ആം ആറിന് പകരം എന്തായി, was were I written by and him. Okay, now comes simple future. Simple future tense ൽ I will write a letter അല്ലെങ്കിൽ he will write a letter. Again നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ സെയിം ഫോർമുല നമ്മളിവിടെ പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ is am ആറിനെയും അല്ലെങ്കിൽ was wereനെയും ഒക്കെ നമ്മൾ മാറ്റും. ഓക്കെ, ആ ഗ്യാപ്പിൽ നമ്മൾ will be എന്ന് കൊടുക്കും. will ഓൾറെഡി ഇതിലുണ്ട്, ബി നിങ്ങൾ ആഡ് ചെയ്താൽ മതി. he will write a letter will be written by him. he will sing a song will be sung by him. he will eat apples will be eaten by him. he will draw a cat will be drawn by him. Okay, clear ആണല്ലോ? so that is simple present, past and future. ഇനി വരുന്ന ഒരു ഫോമാണ് ING ഫോം അല്ലേ, കണ്ടിന്യൂസ് ഫോം. അതിന്റെ പ്രസന്റ് പാസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരില്ല. ഓക്കെ, ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളതിനെ ആ ലെറ്റർ നമുക്ക് എന്താണ്, നമുക്ക് ബി ആണല്ലേ. അപ്പൊ നമ്മൾ പറയും ബി പ്ലസ് നേരത്തെ നമ്മൾ പ്രസന്റ് ചെയ്ത സെയിം സാധനം ഈസ് ആം ആർ പ്ലസ് ING ഫോം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ബീയിങ് പ്ലസ് V3 പ്ലസ് പ്ലസ് എ. ഓക്കെ, ബി പ്ലസ് ഇസ് ആം ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ എന്ന് വരും. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഇതിൽ എന്താ ആഡ് ചെയ്തത്, ഒരു ബീയിങ് ആഡ് ചെയ്തു. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ഇസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഹി ഈസ് ഡ്രോയിങ് എ കാറ്റ് ഇസ് ബീയിങ് ഡ്രോൺ ബൈ ഹിം. ഹി ഈസ് ഈറ്റിംഗ് food is being eaten by him. Okay, അപ്പോൾ ING ഫോം വന്നപ്പോൾ നമ്മൾ എന്താക്കി, അതിനെ ബീയിങ് എന്നുള്ള ഒരു വേർഡ് ആഡ് ചെയ്തു. അപ്പോൾ പാസ്റ്റ് ആണെങ്കിലോ, പാസ്റ്റ് ആണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട സെയിം സംഭവം നമ്മൾ ഇതിനെ അതേപോലെ ഇവിടെ എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. ഓക്കെ, he is writing a letter, he was writing a letter ആയാൽ അപ്പോൾ അത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ പ്രസന്റിലുള്ള ഫോർമുല അതേപോലെ, പക്ഷെ നമ്മൾ നേരത്തെ ചെയ്തത് ഇസ് ആം ആറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇസ് ആം ആറിനെ മാറ്റിയിട്ട് നമ്മൾ അവിടെ വാസ് വെർ ആക്കും. ഓക്കെ, നമ്മൾ എന്താക്കും, വാസ് വെർ ആക്കും. ഓക്കെ, he was writing a letter was being written by him. ഓക്കെ, ബീയിങ് ING ഫോം വരുമ്പോൾ ബീയിങ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ING അവിടെ വരുമ്പോൾ താഴെ ബീയിങ് വരും. Okay, he was eating an apple was being eaten by him. He is eating an apple is being eaten by him. കണ്ടോ,
അപ്പോൾ വലിയ വ്യത്യാസമില്ല. ഈസിൽ മാത്രമേ അവിടെ ചേഞ്ച് വരുന്നുള്ളൂ ടെൻസിൽ ഡിഫറൻസ് വരുമ്പോൾ. ഓക്കെ, യെസ്. ആൻഡ് പിന്നെ വരുന്നത് ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന ഫോംസ് ആണ്. ദാറ്റ് ഈസ് പെർഫെക്റ്റ് ഫോം. ഓക്കെ, ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ എന്ന് പറയാം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഗൈൻ എന്ത് ചെയ്യും? എ ലെറ്റർ, ഇപ്പോൾ ഹാസ് ഓർ ഹാവ് ഉണ്ടല്ലോ അല്ലേ, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ. ഓക്കെ, അപ്പോൾ he has written a letter has been written by him. He has eaten apples, apples have been eaten by him. അപ്പോൾ പ്ലൂറൽ വരുമ്പം ഹാവ് ആവും, സിംഗുലർ ആവുമ്പോൾ ഹാസ് എന്ന് നിൽക്കും. ഓക്കെ, അപ്പം he has driven a car has been driven by him എന്ന് വരും. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഹാസും ഹാവും വരില്ല, അവിടെ ഹാഡ് ആണ് വരിക. ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ എന്നാണെങ്കിലോ, ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ ആണെങ്കിൽ, സോറി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ ചെയ്ത ഹാസ് ഓർ ഹാവ് ബീന് പകരം ഹാഡ് ബീൻ എന്ന് കൊടുക്കും. ഓക്കെ, പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ. He had written a letter had been written by him. He had eaten apples, apples had been eaten by him. He had drawn a picture had been drawn by him. Okay, അപ്പോൾ എല്ലാം ഹാസും ഹാവും വരുന്ന ഫോം ആണെങ്കിൽ നമ്മുടെ കൺവേർഷനിലും എന്ത് വരും? ഹാവ് ഓർ ഹാസ് അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ബീന് വരും. ഓക്കെ, ING ഫോം ആണെങ്കിൽ നമ്മുടെ കൺവേർഷനിൽ ING ഫോം വരും. ക്ലിയർ ആണല്ലോ? ഇനി ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെയാ വരിക? ബി പ്ലസ്, നമ്മൾ നേരത്തെ ഹാസ് ഓർ ഹാവ് പറഞ്ഞില്ലേ, ഹാസ് ഓർ ഹാവ് എന്നുള്ളതിന് പകരം ബി പ്ലസ് ഹാവ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എ എന്നുള്ളത് എന്താവും? കൂടെ ഒരു വില്ല് വരും. ഓക്കെ, ഹി വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. ഹി വിൽ ഹാവ് eaten apple will have been eaten by him. He will have drawn a cat will have been drawn by him എന്ന് വരും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി കറക്റ്റ് ആയിട്ട് എഴുതേണ്ട കുറച്ച് ടാസ്ക് ഉണ്ട്. The maid is sweeping broken pieces of glass. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നമ്മുടെ ബി എന്താണ്? ഈ ബ്രോക്കൻ പീസസ് ഓഫ് ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മൾ പറയും ബ്രോക്കൻ പീസസ് ഓഫ് ഗ്ലാസ് ഇനി ING ഫോം ആണ് അല്ലേ? ബ്രോക്കൻ പീസസ് ഓഫ് ഗ്ലാസ് ആർ, ഇത് പ്രസന്റ് ആണ് ആർ. ING ഫോം വരുമ്പോൾ എന്തിടും? ബീയിങ്. സ്വീപ്പിംഗിന്റെ പാസ്റ്റ് എന്താ? swept by the maid. Okay, broken pieces of glass are being swept by the maid. The police have solved most of the crimes this year. അപ്പോൾ ദാ most of the crimes this year ആണ് എന്ത്? നമ്മുടെ ബി. ഓക്കെ, അപ്പോൾ most of the crimes this year ഇവിടെ have ആണ് അല്ലേ? have been solved by the police. Only a few of us attended the spiritual talk. അപ്പോൾ the spiritual talk ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. The spiritual talk was attended by only a few of us. Okay, അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് the gardener sweeps the hall once a week. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? the hall വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.